shame, there's no time. Feel the pain, live the grind. I could change, in my mind. Pick a lane, commit and climb. The only way to win at life. I never miss that fact. Taking big swings, bitch, hand me the bat. Put me in the ring, you go out in a bag. Cause I sing what I mean when I bring it to the mad light. Ain't got time. എല്ലാവർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു RGB LED സ്ട്രിപ്പാണ്. ഇതൊരു വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു LED സ്ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ പുറത്ത് ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല ഇത് 400 രൂപ തൊട്ട് 500 രൂപയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പുകളിലും അതുപോലെ ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും മേടിക്കാൻ സാധിക്കും. ആമസോണിൽ നിന്ന് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിത് നമ്മുടെ വീടിൻ്റെ ചുമരുകളിൽ രാത്രികാലങ്ങളിൽ പല കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ പശയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭിത്തിയിൽ വളരെ ഈസി ആയിട്ട് ഇത് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഈ LED സ്ട്രിപ്പിന് ഏകദേശം 5 മീറ്റർ നീളമുണ്ട്. ഇത് പല അളവിൽ നമുക്ക് മേടിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കളറ് മാത്രമേ ആവശ്യമുള്ളെങ്കിൽ ഇത് വളരെയധികം വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടും. സിംഗിൾ കളറായിട്ട്, അതായത് പച്ച, മഞ്ഞ, നീല, അങ്ങനെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ആ ഒരൊറ്റ കളറുള്ള LED സ്ട്രിപ്പ് മേടിച്ചിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഈ RGB LEDക്ക് പല കളറിലേക്ക് ചേഞ്ച് ചെയ്യാനും അതുപോലെ നമ്മുടെ റിമോട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിവൈസ്. ഇനി ഈ ഒരു RGB LED നമുക്ക് പവർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 12 വോൾട്ടിൻ്റെ 3 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ LED വർക്ക് ചെയ്യാനുള്ള കറണ്ട് എടുക്കുന്നത്. ഇത് DC-യിലാണ് ഈ LED വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ LED സ്ട്രിപ്പിലെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിമോട്ടാണ് ഇത്. ഇതിൽ ഓരോ കളറിനും ഓരോ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ കുഞ്ഞൻ റിമോട്ടാണ് ഇതിൻ്റെ ഒപ്പം നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ LED സ്ട്രിപ്പ് ഒന്ന് പുറത്തെടുത്തിട്ട് ഇതിൻ്റെ കണക്ഷനും മറ്റ് കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസിയായിട്ട് ആർക്കും ഇത് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്ന കേസേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ഇവിടെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് പല നിറങ്ങളിലുള്ള വയറുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്ന് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കറക്റ്റ് വയറ് മാറിപ്പോവാണ്ട് സെയിം കളറ് അപ്പുറം ഇപ്പുറം വരാൻ പാകത്തിന് കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു LED സ്ട്രിപ്പ് വർക്കാവുകയുള്ളൂ. നിങ്ങൾ തിരിച്ച് കണക്ട് ചെയ്യരുത്. അതിനുശേഷം നിങ്ങളുടെ അഡാപ്റ്റർ കണക്ട് ചെയ്തതിന് ശേഷം പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു LED സ്ട്രിപ്പ് വർക്കാവുന്നതാണ്. പിന്നെ ഓരോ കളറും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ റിമോട്ട് എടുത്തിട്ട് നമുക്കതിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാനും സാധിക്കും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ LED സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരും. അതായത് അപ്പുറം ഇപ്പുറം 2 ഭാഗത്തേക്കൊക്കെ മാറ്റുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് 4 LED കൂടുന്ന സമയത്ത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ കട്ട് ചെയ്ത് സോൾഡർ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഷോർട്ടൊന്നും ആവാണ്ട് നീറ്റായിട്ട് സോൾഡർ ചെയ്യാം. നമുക്ക് നമ്മുടെ ഭിത്തിയിലേക്ക് ബട്ടൺ വരുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിവിടെ ബ്ലാക്ക് കളർ ഭിത്തിയാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ആ കറക്റ്റ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടാത്തത്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം.